വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ നോർമലായിട്ട് ചിലപ്പോൾ വെക്കുമ്പോൾ ഈ മസാലയുടെ കുത്ത് വരിക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിന് അഡിക്റ്റ് ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളുമാണ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഐറ്റം ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാൻ 2 ഉള്ളി സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ്. തക്കാളി ഇവിടെ ഞാൻ 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഈ സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണ വരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാഞ്ഞു കിട്ടും. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇനി നെക്സ്റ്റ് കറിവേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 വീക്ക് വരെ ഇത് നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈമൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു പകുതി പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. ഇവിടെ തീരെ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ചേർത്തലുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഒരു പച്ചമുളക് ചേർത്തിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മസാലപ്പൊടികൾ ചേർത്താൽ അതിന് ആദ്യം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അത് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ മസാല ചേർത്തുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരലുണ്ട്. ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം കേട്ടോ. ഇത് പ്രൊമോലാക്കിൻ്റെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ടൈം ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ചിക്കൻ സ്റ്റോക്കൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊക്കെ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക നമുക്ക്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാനൊരു 3 വിസിൽ വരെയാണ് കേട്ടോ എടുക്കൽ എപ്പോഴും വേവാൻ. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 വിസിൽ വരെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു യൂസ്ഫുൾ ടിപ്പായിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.